മോർണിംഗ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10 എസെൻഷ്യൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ ആ 10 എസെൻഷ്യൽസിൽ ഓരോ എസെൻഷ്യൽസും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമതായി വരുന്ന എസെൻഷ്യൽ ആയിട്ട് പറയുന്ന കൺസിഡറേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കൺസിഡറേഷൻ എന്താണ്, എന്തൊക്കെയാണ് കൺസിഡറേഷൻ്റെ എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം കൺസിഡറേഷൻ എന്താണെന്ന് നോക്കാം. ദ കൺസിഡറേഷൻ ഈസ് വൺ ഓഫ് ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. The term consideration may be defined as the price of the promise. The term used in the sense of quid pro quo, that is something in return. അത് നമ്മുടെ കോൺട്രാക്റ്റ് ആക്റ്റിലെ സെക്ഷൻ 10 ആണ് കൺസിഡറേഷനെ കുറിച്ച് പറയുന്നത്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഒരു എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഒരിക്കലും എന്തല്ല, വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. ദെൻ എന്താണ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ക്വിഡ് പ്രോ കോ ഓർ സംതിങ് ഇൻ റിട്ടേൺ എന്നാണ്. നമ്മൾ ഒരാൾക്ക് ഒരു ഓഫർ കൊടുത്തു, ഒരു ആക്സെപ്റ്റൻസ് കൊടുത്തു, അവിടെ രണ്ടു പേർക്കും കിട്ടുന്ന ആ റിട്ടേണിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് Section 2D of the Act defines consideration when at the desire of the promisor, the promisee or any other person has done or abstained from doing or does or abstains from doing or promises or to do or abstain from doing something. Such act or abstinence or promise is called a consideration for the promise. പ്രോമിസറുടെ ഡിസയർ പ്രകാരം പ്രോമിസി എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിലോ എന്തെങ്കിലും ചെയ്യാതിരിക്കുകയാണെങ്കിൽ, പ്രോമിസർ പറഞ്ഞതനുസരിച്ച് ആ കാര്യം ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അതാണ് ആബ്സ്റ്റെയിൻസ് അല്ലെങ്കിൽ ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാതിരിക്കുക. സച്ച് ആക്ടിനെ ആണ് എന്ത് പറയുന്നത്? കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ആ കാര്യം ചെയ്യുകയാണെങ്കിൽ അതാണ് എയെ സംബന്ധിച്ചിടത്തോളം കൺസിഡറേഷൻ. അതിന് കൊടുക്കുന്ന റിട്ടേൺ ആണ് ബിയെ സംബന്ധിച്ചിടത്തോളം എ തരുന്ന കൺസിഡറേഷൻ. അപ്പോൾ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന റിട്ടേൺ ആണ് എന്ത്? കൺസിഡറേഷൻ, പാരിതോഷികം എന്ന് പറയുന്നത്. ദെൻ ഒരു കൺസിഡറേഷൻ എങ്ങനെയായിരിക്കണം? ആൻ ആക്റ്റ് ആയിരിക്കണം. ചിലപ്പം എന്താവാം, ഒരു ആക്റ്റ് ആയിരിക്കാം, നമുക്ക് പണം തന്നെ ആവണമെന്നില്ല. ഡു സംതിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൂയിങ് സംതിങ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതായിരിക്കാം കൺസിഡറേഷൻ. അല്ലെങ്കിൽ ഒരു ആൻ ആബ്സ്റ്റിനൻസ് ആയിരിക്കാം ഒരു കാര്യം, ഓർ നോട്ട് ഡൂയിങ് സംതിങ് ഓർ ഫോർബിയറൻസ് ആയിരിക്കാം, ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതായിരിക്കാം. നീ ആ കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കാര്യം ചെയ്യാതിരിക്കുന്നതാണ് അവിടുത്തെ കൺസിഡറേഷൻ. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പണം എന്ന് ആവണം തന്നെ എന്നില്ല, എന്തെങ്കിലും കാര്യം ചെയ്യുന്നതും എന്താണ്? കൺസിഡറേഷനാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. എയും ബിയും തമ്മിൽ എന്തുണ്ടാക്കണേ? എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. എയുടെ സ്കൂട്ടർ 15,000 രൂപയ്ക്ക് ബിക്ക് വിൽക്കാമെന്ന് പറഞ്ഞ് ഇവരൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എയുടെ സ്കൂട്ടർ ബിക്ക് കൊടുക്കുന്നു. ദെൻ ബി എന്ത് ചെയ്യുന്നു? ആ സ്കൂട്ടറിന് തിരിച്ച് ഇങ്ങോട്ടേക്ക് 15,000 രൂപ കൊടുക്കുന്നു. അപ്പോൾ എയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? 15,000 രൂപയാണ് അവിടുത്തെ കൺസിഡറേഷൻ. ബിയെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂട്ടറാണ് അവിടുത്തെ കൺസിഡറേഷൻ. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കൺസിഡറേഷൻ. ഇനി ഒരു അനദർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എക്സ് എന്ത് ചെയ്യാണ്? വൈനോട് പറയാണ്, നീ ആ ഒരു കാര്യത്തിനെതിരെ കേസ് കൊടുക്കരുത്, കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിനക്ക് ഞാൻ 10,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആബ്സ്റ്റിനൻസ്, ആ കേസ് കൊടുക്കാതിരിക്കുന്ന കാര്യമാണ് എന്ത്? എക്സിനെ സംബന്ധിച്ചിടത്തോളം വൈ ചെയ്യുന്ന കൺസിഡറേഷൻ. ദെൻ വൈയെ സംബന്ധിച്ചിടത്തോളം ആ 10,000 രൂപയാണ് കൺസിഡറേഷൻ. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമായിക്കോട്ടെ, ഒരു പണമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെയാണ് എന്ത് പറയുന്നത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷൻ എങ്ങനെയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം എസെൻഷ്യൽസ് ആണ് ഉള്ളത്? ഫസ്റ്റ് വൺ,
കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. ഒരു പ്രോമിസറുടെ ഡിസയർ പ്രകാരം ആയിരിക്കണം എന്ത്? കൺസിഡറേഷൻ. പ്രോമിസറാണ് ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്, പ്രോമിസറാണ് ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ ആ പ്രോമിസറുടെ ആഗ്രഹപ്രകാരം ആയിരിക്കേണ്ടേ കൺസിഡറേഷൻ? എ എന്നൊരാൾ ഓഫർ കൊടുക്കുമ്പോൾ ബി ആണോ പറയേണ്ടത് ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ വാലിഡ് ആയിട്ടുള്ളൊരു എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ പ്രോമിസോ ഒന്നും ഉണ്ടാവുന്നില്ല. അതായത് പ്രോമിസർ എന്താണോ പറയുന്നത്, ഓഫറർ എന്താണോ പറയുന്നത് അതായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹപ്രകാരം അയാളുടെ ആവശ്യപ്രകാരമുള്ളതായിരിക്കണം കൺസിഡറേഷൻ. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എം എന്ന് പറയുന്ന ഒരാളുടെ സണ്ണിനെ നഷ്ടപ്പെടുകയാണ്. വൈ വോളണ്ടറിലി, പക്ഷെ വൈ എന്ത് ചെയ്യണില്ല, വൈനെ എക്സ് ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ വൈ എന്ത് ചെയ്യണേ അന്വേഷിച്ച് ആ കുട്ടീനെ കിട്ടുകയാണ്. ആ സമയത്ത് ഒരിക്കലും വൈക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം എം എന്ത് ചെയ്തിട്ടില്ല, വൈനെ ഏൽപ്പിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ദ മീനിങ് ഫോർ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. പ്രോമിസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുള്ളൂ. പ്രോമിസർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഒരു കോൺട്രാക്റ്റും ഇല്ല, അയാൾക്ക് ഒരു ഉത്തരവാദിത്വം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല. ദാറ്റ് ഈസ് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. ദെൻ രണ്ടാമത് വരുന്നത് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ പ്രോമിസിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പ്രോമിസി അല്ലാതെ വേറൊരു തേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡറേഷൻ വാങ്ങാം. കൺസിഡറേഷന് ഓഫറർ അല്ലെങ്കിൽ പ്രോമിസറുടെ ആവശ്യപ്രകാരമായിരിക്കണം എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് പറയുന്നത് കൺസിഡറേഷൻ നമുക്ക് തരുന്നത് പ്രോമിസിക്ക് തരാം, അല്ലെങ്കിൽ പ്രോമിസി ഏൽപ്പിച്ച മൂന്നാമതൊരാൾക്കും വേണമെങ്കിൽ തരാം. അപ്പോൾ ഇതിലൊരു ലീഡിങ് കേസായിട്ട് പറയുന്നത് ചിന്നയ്യ വേഴ്സസ് രാമയ്യയുടെ ഒരു കേസാണ്. ആൻ ഓൾഡ് ലേഡി എ ബൈ എ ഡീഡ് ഓഫ് ഗിഫ്റ്റ്. ഒരു ഡീഡിലൂടെ എന്ത് ചെയ്യാണ്, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൾഡ് ലേഡി അതിൻ്റെ മകള് ആർ എന്ന് പറഞ്ഞ ഒരു മകളിനെ എന്ത് ചെയ്യാണ്, മകൾക്ക് സ്വത്ത് എഴുതി കൊടുക്കുകയാണ്. എ എന്ന് പറഞ്ഞിട്ടുള്ള ഓൾഡ് ലേഡി ആർ എന്ന് പറയുന്ന ഡോട്ടർക്ക് ഒരു ഡീഡിലൂടെ തൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കണം. ആ എഴുതി കൊടുക്കുന്ന സമയത്ത് എ പറയുന്നുണ്ട് എന്ത്, എയുടെ സഹോദരനായിട്ടുള്ള സി എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്യണം, ഓരോ മാസവും ആനുയിറ്റി എന്ത് ചെയ്യണം, കൊടുക്കണം, എന്തെങ്കിലും ഒരു തുക കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡോട്ടർ സിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓക്കെയാണ് നിങ്ങൾക്ക് ആനുവിറ്റി തരാമെന്നൊക്കെ പറഞ്ഞ് എഗ്രി ചെയ്തിട്ട് റൈറ്റിംഗ്, അതായത് ഒരു എഗ്രിമെൻ്റ് ഇൻ റൈറ്റിങ്ങിലൂടെ എഴുതി ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻറ്റിലൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്വത്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തു, ഈ മകള് അങ്ങനെ ആനുവിറ്റി ആയിട്ട് എമൗണ്ട് കൊടുക്കാതിരിക്കുകയാണ്. ഈ സമയത്ത് സി എന്ത് ചെയ്തു, കോടതി പോകുന്ന സമയത്ത് സിക്ക് കോടതി അനുകൂലമായിട്ട് വിധിക്കുകയാണ്. കാരണം സിക്ക് എന്തുണ്ട്, ഇവിടെ കൺസിഡറേഷൻ കിട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്ന് പറയാണ്. അതായത് പ്രോമിസിക്ക് തന്നെ എന്തായിരിക്കണമെന്നില്ല, പ്രോമിസിയുടെ കയ്യിൽ നിന്ന് തന്നെ കൺസിഡറേഷൻ കിട്ടണമെന്നില്ല. ഓർ എനി അതർ പേഴ്സൺ, അല്ലെങ്കിൽ മേ മൂവ് ഫ്രം പ്രോമിസിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിൽ നിന്നോ എന്ത് കിട്ടാം, കൺസിഡറേഷൻ കിട്ടാം എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ ഒരു കാര്യം പറയുന്നത് ഇംഗ്ലീഷ് ലോയിൽ പ്രകാരം, ഇംഗ്ലീഷ് ലോ അനുസരിച്ച് കൺസിഡറേഷൻ പ്രോമിസിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ലോ അനുസരിച്ച് കൺസിഡറേഷന് പ്രോമിസിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എനി അതർ തേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്നോ കൺസിഡറേഷൻ വാങ്ങാം. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. പ്രോമിസിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിൽ നിന്നോ എന്ത് ചെയ്യാം, കൺസിഡറേഷൻ വാങ്ങാം. മൂന്നാമത് പറയുന്നത് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ് ഓർ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യമായിരിക്കാം, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്നുള്ളതായിരിക്കാം. ഇപ്പോൾ പാസ്റ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ നോക്കുക, നമ്മൾ മുന്നേ ഒരാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ട്, അയാളുടെ ആവശ്യപ്രകാരം നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയണേ, നമുക്ക് ഇപ്പോൾ ഈ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ ഇന്നാൾ നിനക്ക് തന്നില്ലേ, അതാണ് നമ്മളെ ഇവിടുത്തെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പാസ്റ്റ് കൺസിഡറേഷൻ, നമ്മൾ മുന്നേ ചെയ്തൊരു കാര്യം. ദെൻ പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നൗ പ്രസൻറ്റിലെ
അപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ടൊരു ഷോപ്പിൽ പോയിട്ടൊരു സാധനങ്ങൾ വാങ്ങുകയാണ് വിചാരിക്കുക. പ്രൈസ് നമ്മൾ അപ്പം തന്നെ കൊടുക്കും. ആ സാധനം വാങ്ങുന്നതിന് പൈസ നമ്മൾ അപ്പം തന്നെ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് പ്രസൻറ്റ് കൺസിഡറേഷൻ. ഇതിൽ അടുത്തത് പറയുന്നത് ഫ്യൂച്ചർ കൺസിഡറേഷനാണ്. നമ്മൾ ഭാവിയിൽ എൻ്റെ സ്കൂട്ടർ ഞാൻ നിനക്ക് തരാം 33,000 രൂപയ്ക്ക് അടുത്ത മാസം തരാം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞിട്ട് ആ 33,000 രൂപ തരുന്നു, നമ്മൾ നമ്മുടെ സ്കൂട്ടർ കൈമാറുന്നു. ദാറ്റ് ഈസ് ഫ്യൂച്ചർ കൺസിഡറേഷൻ. അവിടെ രണ്ട് പേർക്കും കിട്ടുന്നത് ഫ്യൂച്ചർ ഡേറ്റിലാണ്. അപ്പോൾ കൺസിഡറേഷൻ മേ ബി പാസ്റ്റ് ആവാം, പ്രസൻറ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. നാലാമത് പറയുന്ന പോയിന്റ്, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ് ആവണമെന്നില്ല. അതായത് കുറേ എന്തെങ്കിലും അല്ല കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നാണ്. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. ഇന്നാഡിക്വസി ഓഫ് കൺസിഡറേഷൻ വിൽ നോട്ട് ഇൻവാലിഡേറ്റ് എ കോൺട്രാക്റ്റ് അൺലെസ് ഇറ്റ് ഈസ് എവിഡൻസ് ഓഫ് ഫ്രോഡ്. അപ്പോൾ നമ്മൾ കൺസിഡറേഷനിൽ ഫ്രോഡ് അല്ലാത്ത ഒരു കേസിൽ കൺസിഡറേഷൻ ഇന്നാഡിക്വേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബി എന്ത് ചെയ്യുന്നു, ബിയുടെ സ്കൂട്ടർ 28,000 രൂപയുടെ ഒരു സ്കൂട്ടർ നമ്മൾ 15,000 രൂപയ്ക്ക് എക്ക് കൊടുക്കുകയാണ്. ഇത് ഇനാഡിക്വേറ്റ് ആണെങ്കിൽ പോലും അവിടെ എന്തുണ്ടാവുന്നില്ല, ഒരു ഫ്രോഡ് നടത്തിയിട്ടല്ല, അറിഞ്ഞുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വാലിഡിറ്റിയെ എഫക്റ്റ് ചെയ്യില്ല. എയുടെ സ്കൂട്ടർ 28,000 രൂപയുടെ സ്കൂട്ടർ ബിക്ക് 15,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കൺസിഡറേഷൻ 28,000 രൂപയുടേതാണ്, നമ്മൾ 15,000 രൂപയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇത് എയും ബിയും അറിഞ്ഞുകൊണ്ടാണ് 28,000 രൂപയുടെ സ്കൂട്ടറാണ് ഈ 15,000 രൂപയ്ക്ക് കൊടുക്കുന്നത്. അവിടെ ഇന്നാഡിക്വസി ഒന്നും എന്തല്ല, ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വിഷയമല്ല. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്റ്റ് എന്താണ്, വാലിഡാണ്. അതിൻ്റെ വാലിഡിറ്റിയെ ഈ കാര്യം എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ് ഒരുപാട് ഉണ്ടാവണം എന്നില്ല കൺസിഡറേഷൻ. അവിടെ എന്ത് കൊടുക്കുന്നുണ്ടോ ചെറിയൊരു ഇതായിക്കോട്ടെ, ഫ്രോഡിൽ അല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, വാലിഡ് തന്നെയാണ്. ആ കോൺട്രാക്റ്റ് ആ ഒരു കാരണം കൊണ്ട് ഒരിക്കലും എന്താവില്ല, ഇൻവാലിഡ് ആവില്ല. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത്, ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്ലൂഷറി. കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ഉള്ളതായിരിക്കണം, നോട്ട് ഇല്ലൂഷറി. അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവാൻ പാടില്ല, കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ഉള്ളതായിരിക്കരുത്, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കരുത്. ലീഗൽ ഇമ്പോസിബിലിറ്റി ഉണ്ടാവാൻ പാടില്ല. അൺസേർട്ടൈൻ ആയിട്ട് ഒരു തീർച്ചയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചായിരിക്കരുത് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ഇല്ലൂസറി ആവാൻ പാടില്ല. അതായത് ഒരു എന്ത് ചെയ്യാണ്, പ്രോമിസ് ചെയ്യാണ് ബിയുടെ ഭാര്യ മരിച്ചപ്പോൾ ബിയോട് പറയാണ്, നീ 5 ലക്ഷം രൂപ തന്നാൽ നിനക്ക് എന്ത് ചെയ്യാം, എൻ്റെ വൈഫിനെ തരാമെന്ന് പറയണേ, അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ നീ കല്യാണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് ഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, ലീഗലിയും ഇമ്പോസിബിളാണ്. നിയമപ്രകാരം അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ അതാണ് ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്ലൂഷറി എന്ന് പറയുന്നത്. പിന്നെ ചില സമയത്ത് കോൺട്രാക്റ്റിൻ്റെ സമയത്ത് എയും ബിയും കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഒന്ന് തരണ്ടേ എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് വാലിഡ്. അവിടെയും എന്തുണ്ട്, അവിടെ ഒരു ഇല്ലൂഷനാണ്. നിനക്ക് അതിനെന്തെങ്കിലും തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ചിലപ്പോൾ ഒരു വലിയ എമൗണ്ടാണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് എന്തില്ല, അവിടെ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ കൺസിഡറേഷൻ ഒരിക്കലും വാലിഡ് അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് കോൺട്രാക്റ്റ്. പിന്നെ അടുത്തത് പറയുന്നത്, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ ആയിരിക്കണം, നിയമപ്രകാരമുള്ളൊരു കാര്യം ചെയ്യാനായിരിക്കണം. ഇപ്പോൾ ചില സമയത്ത് പറയണേ, എക്സ് വൈയോട് പറയണേ, നീ എനിക്കൊരു 5 ലക്ഷം രൂപ തന്നാൽ നിനക്ക് ഞാൻ ഒരു ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ പബ്ലിക് സർവൻറ്റ് ജോബ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ജോബ് വാങ്ങിത്തരാമെന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, ലോഫുൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സോ ഇറ്റ് ഈസ് ആൻ അൺലോഫുൾ കോൺട്രാക്റ്റ്. പിന്നെ അടുത്തത് പറയുന്നത്, കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ, ഇമ്മോറൽ ഓർ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. കൺസിഡറേഷൻ എന്താവാൻ പാടില്ല, ഇല്ലീഗൽ ആവാൻ പാടില്ല, ഇമ്മോറൽ ആവാൻ പാടില്ല, അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക്, നമ്മുടെ നിയമത്തിൻ്റെ ഒരു പോളിസിക്ക് എതിരാവാൻ എന്ത് പാടില്ല, കൺസിഡറേഷൻ പാടില്ല. അതൊക്കെ എന്തായിരിക്കണം, ലോഫുൾ ആയിരിക്കണം, അത് ലീഗലായിരിക്കണം, നോട്ട് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. ഇപ്പോൾ നമ്മളൊരു ക്രിമിനലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, നോട്ട് വാലിഡ് അല്ലെങ്കിൽ നോട്ട് ലീഗൽ. സോ അതൊക്കെയാണ് ഇതിൽ വരുന്നത്. പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ ഓർ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്നുള്ളൊരു ടേമും കൂടി നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്.
The term privity of consideration means stranger to the consideration or consideration given by any other person than the promisee. A promise is enforceable so long as there is something consideration for it and it is immaterial whether it is furnished by the promisee or any other person, even a stranger. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, കോൺട്രാക്റ്റുമായി ബന്ധമില്ലാത്ത ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും അയാൾക്ക് എന്ത് ചെയ്യാം, അതിൽ കോൺട്രാക്റ്റിൽ റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു ആ ഫാദർ എന്ത് ചെയ്യാണ്, കുറച്ച് മരം തടി വിറ്റിട്ട് അതിൻ്റെ മകളുടെ കല്യാണം നടത്താൻ വേണ്ടി പോവാണ്. മാരേജ് എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടിമ്പർ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. പക്ഷേ അവരുടെ മകൻ പറയാണ്, സൺ പ്രോമിസ് ചെയ്യാണ്, ഞാൻ അതിന് വേണ്ട പണം തരാം, മരം എന്ത് ചെയ്യണ്ട, ടിമ്പർ വിൽക്കണ്ട എന്ന് പറയാണ്. ആ സമയത്ത് ഫാദർ എന്ത് ചെയ്തു, അഗ്രി ചെയ്തു. പക്ഷേ സൺ എന്ത് ചെയ്തില്ല, ആ ക്യാഷ് കൊടുത്തില്ല. ഈ സമയത്ത് മകൾക്ക് എന്ത് ചെയ്യാം, ബ്രദറിനെതിരെ സ്യൂ ചെയ്യാം. ബിക്കോസ് സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും ആ കൺസിഡറേഷന് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ആ തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ സ്ട്രേഞ്ചർക്കുണ്ട് അണ്ടർ ഇന്ത്യൻ ലോ. അന്നേരം ഇംഗ്ലീഷ് ലോ പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യില്ല, ഒരു സ്ട്രേഞ്ചർക്ക് ഒരിക്കലും കൺസിഡറേഷനിൽ കിട്ടില്ല. കാരണം പ്രോമിസിക്ക് മാത്രമേ, അല്ലെങ്കിൽ മൂവ് ഫ്രം പ്രോമിസി ഒള്ളിയാണ് അണ്ടർ ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത്. അതാണ് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ ഓർ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്, സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് അതിന് എക്സെപ്ഷണൽ കേസസ് ആണ്. ഇൻ കേസ് ഓഫ് ട്രസ്റ്റിൻ്റെ കാര്യങ്ങളിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എൻഷുർ ചെയ്യാൻ പറ്റില്ല. ട്രസ്റ്റിൻ്റെ കേസിലും നമുക്കൊരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്നത് ഇൻ കേസ് ഓഫ് മാരേജ് സെറ്റിൽമെൻറ്റ് ഓർ പാർട്ടീഷൻ ഓർ അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ്. മാരേജ് സെറ്റിൽമെൻറ്റ് കേസിലൊക്കെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതും അതിൻ്റെ എക്സെപ്ഷണൽ കേസാണ്. ദെൻ അക്നോളജ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ്, ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളൊരാൾക്ക് ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കേസിലും സ്ട്രേഞ്ചർക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് ഏജൻസി കോൺട്രാക്റ്റ് ഒക്കെ സ്പെഷ്യൽ കോൺട്രാക്ട്സിൽ വരുന്നതാണ്, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇൻ കേസ് ഓഫ് അസൈൻമെൻറ്റ് ഓഫ് റൈറ്റ്സ് അണ്ടർ എ കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റ് പ്രകാരം നമുക്ക് കുറച്ച് റൈറ്റ് ഉണ്ട്, നമ്മൾ വേറൊരാൾക്ക് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അവിടെ സ്ട്രേഞ്ചറിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ആ സമയത്തും അതിൻ്റെ ഒരു എക്സെപ്ഷണൽ റൂളാണ്. എഗ്രിമെൻറ്റ് റിലേറ്റിംഗ് ടു ദ ലാൻഡ് ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തും സ്ട്രേഞ്ചർക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് കൺസിഡറേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി കൺസിഡറേഷനിൽ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് വീഡിയോ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.